19 നൂറ്റാണ്ടിന്റെ തുടക്കം. അക്കാലത്ത് നാട്ടുരാജാക്കന്മാരുടെയും ജമീന്ദന്മാരുടെയും മക്കളെ പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പെല്ലാൻഡ് പ്രഭുവും രാമനാട് രാജാവും മദ്രാസിൽ സ്ഥാപിച്ച കോളേജായിരുന്നു ന്യൂവിംഗ്ടൺ ഹൗസ് കോളേജ്. ഇംഗ്ലീഷ് ഭാഷ, ബ്രിട്ടീഷ് രീതിയിലുള്ള വസ്ത്രധാരണം, ഊണുമേശയിലെ മര്യാദകൾ, ടെന്നീസ്, ക്രിക്കറ്റ്, ഷൂട്ടിംഗ്, കുതിരസവാരി തുടങ്ങിയവയെല്ലാം രാജകുമാരന്മാരെ പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കോളേജ് സ്ഥാപിച്ചത്. നാട്ടുരാജാക്കന്മാരുടെ പ്രായപൂർത്തിയാകാത്ത മക്കൾ താമസിച്ചു പഠിക്കുന്നത് കൊണ്ട് തന്നെ ഈ കോളേജിനെ അവിടുത്തെ നാട്ടുകാർ മൈനർ ബംഗ്ലാവ് എന്നാണ് വിളിച്ചിരുന്നത്. കോളേജിന്റെ പ്രിൻസിപ്പളിന്റെ കുടുംബം, ഇടയ്ക്ക് വിരുന്നിന് വരാറുള്ള പ്രിൻസിപ്പളിന്റെ ബന്ധുക്കൾ, രാജകുമാരന്മാരായ 9 വിദ്യാർത്ഥികൾ, കൂടാതെ പരിചാരകർ എന്നിവരായിരുന്നു ആ കോളേജിലെ അന്തേവാസികൾ. ന്യൂവിംഗ്ടണിലെ പുതിയ പ്രിൻസിപ്പൾ ആയിരുന്നു ക്ലെമന്റ് ഡെലേഹെ. ആൾ ചില്ലറക്കാരനല്ല. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം സ്വന്തമാക്കിയ ഡെലേഹെ വളരെ ചെറുപ്പത്തിൽ തന്നെ കോളേജ് ട്യൂട്ടറായി ജോലിക്ക് കയറി. ഒരു ക്രിക്കറ്റ് ഭ്രാന്തനായിരുന്നു അയാൾ. മികച്ചൊരു ബൗളറായിരുന്നു. 1918 ജൂലൈയിൽ ബ്രിട്ടനിൽ വച്ചിട്ടായിരുന്നു ഡെലേഹയുടെ വിവാഹം. 40 വയസ്സുകാരനായ ക്ലെമന്റ് ഡെലേഹെ 28 വയസ്സുകാരിയായ ഡൊറോത്തി മേരി ഫിലിപ്സിനെയാണ് വിവാഹം ചെയ്തത്. ഡൊറോത്തിയെ എല്ലാവരും ഡോറി എന്നാണ് വിളിച്ചത്. വിവാഹം കഴിഞ്ഞുടനെ തന്നെ ക്ലെമന്റ് ഡെലേഹെ ഡോറിയെ കൊണ്ട് മദ്രാസിലെത്തി. താമസിയാതെ അവർക്കൊരു ആൺകുഞ്ഞു പിറന്നു, ആന്റണി. വർഷം 1919 ഒക്ടോബർ 15. അന്ന് രാത്രി വിദ്യാർത്ഥികൾക്ക് ഗുഡ് നൈറ്റ് പറഞ്ഞതിന് ശേഷം ക്ലെമന്റ് ഡെലേഹയും ഭാര്യ ഡോറിയും മുകളിലത്തെ നിലയിലെ കിടപ്പുമുറിയിലേക്ക് ഉറങ്ങാൻ പോയി. രാത്രി ഏകദേശം 12:30 ആയപ്പോഴേക്കും നിശബ്ദതയെ ഞെട്ടിച്ചുകൊണ്ട് ക്ലെമന്റ് ഡെലേഹയുടെ മുറിയിൽ നിന്നും ഒരു വെടിയൊച്ചുയർന്നു. ഞെട്ടിയുണർന്ന വിദ്യാർത്ഥികൾ മുകളിലേക്ക് ഓടിപ്പാഞ്ഞെത്തിയപ്പോൾ കാണുന്നത് കിടക്കയിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ക്ലെമന്റ് ഡെലേഹയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ഡോറി ഭയന്ന് വിറച്ച് അടുത്തു തന്നെ നിൽപ്പുണ്ടായിരുന്നു. ക്ലെമന്റ് ഡെലേഹയുടെ കിടക്കയുടെ കൊതുകുവല വലിഞ്ഞു കീറിയിരുന്നു. അദ്ദേഹത്തിന്റെ നെറ്റിയുടെ വലതുഭാഗത്താണ് വെടിയേറ്റിരിക്കുന്നത്. വിദ്യാർത്ഥികൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് സിവിൽ സർജൻ മേജർ ഹഡ്സൺ എത്തിയെങ്കിലും കാര്യമുണ്ടായില്ല. അപ്പോഴേക്കും ക്ലെമന്റ് ഡെലേഹ മരണപ്പെട്ടിരുന്നു. കുട്ടിയെ തൊട്ടിലിൽ കിടത്തിയുറക്കിയ ശേഷം ഭർത്താവ് കിടക്കുന്ന അതേ മുറിയിൽ മറ്റൊരു കട്ടിലാണ് ഡോറി കിടന്നുറങ്ങിയത്. വെടിയൊച്ച കേട്ട് കണ്ണു തുറന്നു നോക്കിയപ്പോൾ 2 പേർ മുറിയിൽ നിന്നും ഓടിപ്പോകുന്നത് കണ്ടു എന്നും പക്ഷേ ആരാണെന്ന് വ്യക്തമായില്ലെന്നുമാണ് ഡോറി പറഞ്ഞത്. ഡെലേഹ കൊല്ലപ്പെടുന്ന സമയത്ത് കോളേജിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ഡൊറോത്തിയും മകൻ ആന്റണിയും 9 വിദ്യാർത്ഥികളുമാണ് ഉണ്ടായിരുന്നത്. പോലീസ് അന്വേഷണം ആരംഭിച്ചപ്പോൾ ജനങ്ങളുടെ ഇടയിൽ ഡൊറോത്തിയെ പറ്റി ഒരു അപശ്രുതി ഉണ്ടായിരുന്നു. ക്ലെമന്റ് ഡെലേഹെ ഒരു ക്രിക്കറ്റ് ഭ്രാന്തനായിരുന്നു. കൂടുതൽ സമയവും അയാൾ ക്രിക്കറ്റിന് വേണ്ടിയിട്ടാണ് ചിലവഴിച്ചത്. അതുകൊണ്ട് തന്നെ ഡോറിയും ഡെലേഹയും തമ്മിലുള്ള വിവാഹബന്ധം സുഖകരമല്ലായിരുന്നു എന്നും ഡോറിക്ക് വിദ്യാർത്ഥികളിൽ ചിലരുമായി അവിഹിത ബന്ധം ഉണ്ടായിരുന്നു എന്നും ജനങ്ങളുടെ ഇടയിൽ ഒരു സംസാരമുണ്ടായിരുന്നു. ഇതിനെ ബലപ്പെടുത്തുന്നതായിരുന്നു ഡെലേഹെ മരിച്ചു കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ തന്നെ ഡോറിയെ ഭർത്തൃ സഹോദരിക്കൊപ്പം ബ്രിട്ടീഷ് സർക്കാർ ഇംഗ്ലണ്ടിലേക്ക് പറഞ്ഞുവിട്ടത്. വിദ്യാർത്ഥികളുമായിട്ടുള്ള അവിഹിത ബന്ധം പുറത്താകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡോറിയെ ബ്രിട്ടീഷ് സർക്കാർ ബ്രിട്ടനിലേക്ക് പറഞ്ഞുവിട്ടതെന്ന് ജനങ്ങൾ പറഞ്ഞു. അടുത്ത് പോലീസുകാർ മൈനർ ബംഗ്ലാവിലെ 9 വിദ്യാർത്ഥികളെ പറ്റി അന്വേഷണം ആരംഭിച്ചു. കടമ്പൂർ നാട്ടുരാജ്യത്തിലെ അനന്തരാവകാശിയുടെ പേര് ശ്രീനി വെള്ളാള ശിവസുബ്രഹ്മണ്യ പാണ്ഡ്യതലവൻ എന്നായിരുന്നു. നല്ല ഉയരമുള്ള ചുരുണ്ട തലമുടിയുള്ള ഇരുണ്ട നിറമുള്ള യുവാവ്. സിംഗപ്പെട്ടി നാട്ടുരാജ്യത്തിലെ യുവരാജാവിന്റെ പേര് TN ശിവസുബ്രഹ്മണ്യ ശങ്കര തീരപാതി എന്നാണ്. ഇവരുടെ പേര് പറയാനുള്ള ഈ ബുദ്ധിമുട്ട് കാരണമാണ് അവർ നാട്ടിന്റെയോ കുടുംബത്തിന്റെയോ പേരിൽ അറിയപ്പെടാൻ കാരണം. അതനുസരിച്ച് അവരുടെ പേരുകൾ ഇങ്ങനെയാണ്. 1 സിംഗപ്പെട്ടി. സിംഗപ്പെട്ടിക്ക് പ്രായം 16 ആണ്. 2 18 വയസ്സുള്ള കടമ്പൂർ. 17 12 പ്രായമുള്ള ഊർക്കാട് സഹോദരങ്ങളാണ് അടുത്തത്. 13 വയസ്സുകാരൻ തളവൻ കോട്ടൈ, 18 വയസ്സുകാരൻ ബേരിക്കൈ, 19 വയസ്സുകാരൻ ചൂണ്ടി, 14 വയസ്സുകാരൻ പെദ്ദമരാങ്കി, 18 വയസ്സുകാരൻ സപ്തൂർ തുടങ്ങിയവരാണ് ബാക്കിയുള്ളവർ. ഈ കുട്ടികളില് സിംഗപ്പെട്ടി, കടമ്പൂര്, ഊർക്കാട് സഹോദരങ്ങളായ 2 പേര്. ഇവർ 4 പേരും തമിഴ് ഗ്രാമത്തലവന്മാരുടെ മക്കളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ 4 പേരും കൂടി ചേർന്ന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. തെലുങ്ക് സംസാരിക്കുന്ന മറ്റു 4 പേരും കൂടി ചേർന്ന് മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. എന്നാൽ തളവൻകോട്ടൈ ജന്മിപുത്രൻ തമിഴനാണെങ്കിലും ദത്തുപുത്രനായിരുന്നു. അതുകൊണ്ട് ഈ 2 ഗ്രൂപ്പുകാരും ഇവനെ കൂട്ടത്തിൽ കൂട്ടിയില്ല. കൊല്ലപ്പെട്ട പ്രിൻസിപ്പൽ ക്ലെമന്റ് ഡെലേഹെ തമിഴ് രാജകുമാരന്മാരെ അപമാനിച്ചതായി ഒരു പരാതി നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് അന്വേഷണം സ്വാഭാവികമായും തമിഴ് ഗ്രൂപ്പിനെതിരെ തിരിഞ്ഞു.
കുട്ടികളുടെ തമിഴ് ഗ്രൂപ്പിന്റെ ഹീറോ സിംഗപ്പെട്ടിയായിരുന്നു. അതിനു കാരണം സിംഗപ്പെട്ടിക്ക് നല്ല സ്വാധീനം ഉണ്ടായിരുന്നു. സിംഗപ്പെട്ടി നാട്ടുരാജ്യത്തിന് ഊർക്കാട് നാട്ടുരാജ്യമായും രാമനാട്ടിലെ സേതുപതിമാരുമായും നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നത്. സമ്പത്തിലും കടമ്പൂരിന്റെ കാലിലും സിംഗപ്പെട്ടിയായിരുന്നു കുറച്ചു മുന്നിൽ. ഒരേ ഗ്രൂപ്പ് തന്നെയാണെങ്കിലും സിംഗപ്പെട്ടി പയ്യനും കടമ്പൂര് പയ്യനും തമ്മിൽ ഒരു ശീതസമരം നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇതിനു കാരണം ഊർക്കാട് സഹോദരങ്ങളുടെ പെങ്ങളായ ദൊരച്ചിയുമായി കടമ്പൂര് പയ്യനെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. ഇരു കുടുംബങ്ങളുടെയും പൂർണ്ണ സമ്മതത്തോടുകൂടി തന്നെയായിരുന്നു വിവാഹം ഉറപ്പിച്ചിരുന്നത്. ദൊരച്ചി പഠിക്കുന്നത് ന്യൂവിംഗ്ടൺ കോളേജിൽ പെൺകുട്ടികൾക്ക് പഠിക്കാനായി പ്രത്യേകം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കെട്ടിടത്തിലാണ്. അവിടെയാണ് ദൊരച്ചി താമസിച്ചു പഠിക്കുന്നത്. ദൊരച്ചിയെ പറ്റി തളവങ്കോട്ട പയ്യൻ ചില അപവാദങ്ങൾ പറഞ്ഞു പരത്തി. അതുകൊണ്ട് തന്നെ കടമ്പൂർ പയ്യൻ ഈ വിവാഹത്തിൽ നിന്നും പിന്മാറി. എന്നാൽ ഇതൊക്കെ സിംഗപ്പെട്ടിയുടെ കളികളാണെന്നാണ് ചിലർ പറഞ്ഞത്. കാരണം സിംഗപ്പെട്ടിക്ക് ദൊരച്ചിയിൽ ഒരു താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തളവങ്കോട്ടയെ കൊണ്ട് ഇതൊക്കെ സിംഗപ്പെട്ടി ചെയ്യിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. വിദ്യാർത്ഥികളിൽ പഠിക്കാൻ മിടുക്കൻ കടമ്പൂരായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രിട്ടനിൽ പോയി ഉപരിപഠനം ചെയ്യണമെന്ന് കടമ്പൂരിന് നല്ല ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ കോളേജ് പ്രിൻസിപ്പൽ ക്ലെമന്റ് ഡെലേഹയും കടമ്പൂരും തമ്മിൽ നിരന്തര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ ഉപരിപഠനത്തിന് ഒരിക്കലും പ്രിൻസിപ്പൽ ശുപാർശ ചെയ്യില്ല എന്ന് കടമ്പൂർ കരുതി. മാത്രവുമല്ല, കടമ്പൂരിനെ പറ്റിയിട്ടുള്ള കുറ്റങ്ങൾ അവന്റെ അമ്മയ്ക്ക് പ്രിൻസിപ്പൽ ക്ലെമന്റ് ഡെലേഹെ കത്തുകളായി എഴുതിയിരുന്നു. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ കടമ്പൂരിന് ഡെലേഹയോട് കടുത്ത പകയുള്ളതായി പോലീസുകാർ കണക്കുകൂട്ടി. മാത്രവുമല്ല, ഡെലേഹെ കൊല്ലപ്പെടുന്നതിന്റെ തലേ ദിവസം സിംഗപ്പെട്ടിയും കടമ്പൂരും ചേർന്ന് ഡബിൾ ബാരൽ തോക്ക് വൃത്തിയാക്കുന്നത് കണ്ടവരുണ്ട്. കുട്ടികൾക്ക് നായാട്ടിന് പോകുമ്പോൾ തോക്കുകൾ കൊടുക്കുമായിരുന്നു. ഈ തോക്കുകൾ സൂക്ഷിച്ചിരിക്കുന്ന മുറിയുടെ താക്കോൽ കടമ്പൂരിന്റെ കയ്യിലായിരുന്നു. അതുകൊണ്ട് തന്നെ കടമ്പൂരും സിംഗപ്പെട്ടിയും ചേർന്ന് ഡെലേഹയെ കൊലപ്പെടുത്തിയതാകാമെന്ന കണക്കുകൂട്ടലിൽ പോലീസുകാരെത്തി. സിംഗപ്പെട്ടിയെയും കടമ്പൂരിനെയും ആകാം ഡോറി തന്റെ ഭർത്താവിന്റെ മുറിയിൽ കണ്ടതെന്ന നിഗമനത്തിൽ എത്തുകയായിരുന്നു പോലീസുകാർ. അതോടെ പെട്ടെന്ന് തന്നെ പ്രതിയെ പിടികൂടാമെന്ന് പോലീസുകാർ കണക്കുകൂട്ടി. എന്നാൽ ഈ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റുകയായിരുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ചിലവേറിയ കുരുക്കഴിക്കാനാകാത്ത കൊലപാതകങ്ങളുടെ പട്ടികയിൽ പെടാനായിരുന്നു ക്ലെമന്റ് വധക്കേസിന്റെ വിധി. ഇപ്പോഴും തണുത്തുറഞ്ഞു കിടക്കുന്ന ക്ലെമന്റ് വധക്കേസിനെ പറ്റി കേൾക്കാം വാക്ചാതുരിയിൽ. എല്ലാ പ്രിയപ്പെട്ടവർക്കും വാക്ചാതുരിയിലേക്ക് സ്വാഗതം. ഞാൻ ബിജി. സാഹചര്യ തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിൽ 18കാരൻ കടമ്പൂരും 16കാരൻ സിംഗപ്പെട്ടിയും കുറ്റക്കാരാണെന്ന് ജൂറി കണ്ടെത്തി. കടമ്പൂർ വെടിവെക്കുകയും സിംഗപ്പെട്ടി പിന്തുണ നൽകി ഒപ്പം നിന്നെന്നുമായിരുന്നു കണ്ടെത്തൽ. പ്രിൻസിപ്പൽ ക്ലെമന്റ് ഡെലേഹെ കൊലക്കേസ് വിചാരണ ശ്രദ്ധേയമായിരുന്നു. 3 ബ്രിട്ടീഷുകാരും 2 ഇന്ത്യക്കാരും അടങ്ങുന്ന 9 അംഗ ജൂറി മദ്രാസ് ഹൈക്കോടതിയിലാണ് വാദം കേട്ടത്. കേസിന്റെ പ്രാധാന്യം കാരണം മുംബൈ ചീഫ് ജസ്റ്റിസ് ആയ സർ നോമൻ മാക്ലിയോ ആണ് അധ്യക്ഷനായി എത്തിയത്. പ്രോസിക്യൂഷൻ വാദമനുസരിച്ച് ക്ലെമന്റ് ഡെലേഹെ കൊല്ലപ്പെടുന്ന ദിവസം രാത്രി 7:30 മൈനർ ബംഗ്ലാവിലെ ബില്യാർഡ് റൂമിൽ ഒരു സംഘം വിദ്യാർത്ഥികൾ ചേർന്ന് ചില ഗൂഢാലോചനകൾ നടത്തി. ഇതിൽ തലവങ്കോട്ടുകാരന്റെ മൊഴിയനുസരിച്ച് കടമ്പൂരും സിംഗപ്പെട്ടിയും ചേർന്ന് ക്ലെമന്റ് ഡെലേഹയെ വധിക്കാൻ പദ്ധതിയിടുകയായിരുന്നു. തലവങ്കോട്ടക്കാരൻ ഈ പദ്ധതി ചൂണ്ടിയോടും ബേരിക്കയോടും ഊർക്കാട് സഹോദരന്മാരിൽ ഇളയവനോടും പറഞ്ഞെങ്കിലും കടമ്പൂരിനെ ഭയന്ന് ആരും ഈ കാര്യം പ്രിൻസിപ്പലിനോട് പറഞ്ഞില്ല. തുടർന്ന് 9:30 സിംഗപ്പെട്ടിയും കടമ്പൂരും ചേർന്ന് തോക്കും തിരകളുമായി മുറിയിൽ നിന്നും പോവുകയായിരുന്നു എന്നും തലവങ്കോട്ടക്കാരൻ പറഞ്ഞു. സംഭവത്തെക്കുറിച്ച് ബേരിക്കൈക്കാരൻ പറയുന്നത് ഇങ്ങനെയാണ്. ബേരിക്കൈക്കാരന്റെ മുറി പ്രിൻസിപ്പൽ ക്ലെമന്റ് ഡെലേഹയുടെ മുറിയുടെ അതേ നിലയിൽ തന്നെയാണ്. ബാക്കി എല്ലാ വിദ്യാർത്ഥികളും ഉറങ്ങുന്നത് കെട്ടിടത്തിന്റെ താഴെയുള്ള നിലയിലാണ്. വെടിവെച്ച് കേട്ട് ഉണർന്ന ബേരിക്കൈക്കാരൻ കാണുന്നത് പ്രിൻസിപ്പൽ ക്ലെമന്റ് ഡെലേഹയുടെ മുറിയിൽ നിന്നും ഓടിപ്പോകുന്ന കടമ്പൂരിനെയും സിംഗപ്പെട്ടിയെയുമാണ്. ബേരിക്കക്കാരൻ പ്രിൻസിപ്പലിന്റെ മുറിയിലെത്തുമ്പോൾ കാണുന്നത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഡെലേഹയെയും അടുത്ത് ഭയന്ന് വിറച്ചു നിൽക്കുന്ന ഡോറിയെയുമാണ്. ഡോറിയുടെ നിർദ്ദേശമനുസരിച്ച് ബേരിക്കക്കാരൻ പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് എത്തുകയും ചെയ്തു.
പോലീസ് എത്തുമ്പോൾ പൂന്തോട്ടത്തിൽ നിന്നും 12 തിരകൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു തോക്ക് കണ്ടെടുത്തു എന്നും ആ തോക്കിൽ ഒരു തിര ഉപയോഗിച്ചിരുന്നു എന്നുമാണ് ബേരിക്കക്കാരൻ പറഞ്ഞത്. പ്രിൻസിപ്പളിന്റെ ഭാര്യ ഡോറിയുടെ മൊഴി അനുസരിച്ച് 15-ാം തീയതി രാത്രി 9:30 തങ്ങൾ ഉറങ്ങാൻ പോയി. ഭർത്താവിന്റെ കിടക്കയുടെ ഇടതുവശത്താണ് തന്റെ കിടക്ക ഉണ്ടായിരുന്നത്. താൻ ഉറങ്ങുമ്പോഴും ഭർത്താവ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. വെടിയൊച്ച കേട്ട് ഉണർന്നു നോക്കുമ്പോൾ കാണുന്നത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഭർത്താവിനെയും 2 പേർ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതുമായാണ്. തന്റെ നിലവിളി കേട്ട് ആദ്യം മുറിയിലേക്ക് വന്നത് ബേരിക്കക്കാരനും തുടർന്ന് ആന്ധ്രാക്കാരൻ ചൂണ്ടിയുമാണ്. താൻ ഓഫീസ് മുറിയിലേക്ക് പാഞ്ഞപ്പോൾ കടമ്പൂരും സിംഗപ്പെട്ടിയും സപ്തൂരും എത്തി. ഇതിൽ കടമ്പൂർ ഒറ്റമുണ്ട് മാത്രമാണ് ധരിച്ചിരുന്നത്. സിംഗപ്പെട്ടിയാണെങ്കിൽ കഴുത്ത് വരെ എത്തുന്ന കുപ്പായവും ഒരു മുണ്ടും ധരിച്ചിരുന്നു. സിംഗപ്പെട്ടി ആകെ ഭയചകിതനായിരുന്നു. എന്നാൽ കടമ്പൂര് കൈ പുറകെ കെട്ടി അക്ഷോഭ്യനായിരുന്നു നിന്നിരുന്നത്. സംഭവത്തെക്കുറിച്ച് സിംഗപ്പെട്ടി പറയുന്നത്, പ്രിൻസിപ്പൽ ക്ലെമന്റ് ലേഹെ ഇന്ത്യക്കാരെ, പ്രത്യേകിച്ച് തമിഴന്മാരെ പ്രാകൃതന്മാർ എന്ന് വിളിച്ച് അധിക്ഷേപിക്കുമായിരുന്നു. അപമാനം സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ ക്ലെമന്റ് ലേഹയെ അവസാനിപ്പിക്കാൻ കടമ്പൂർ തീരുമാനിച്ചു. കടമ്പൂരിനെ ആദ്യം പിന്തിരിപ്പിക്കാൻ സിംഗപ്പെട്ടി ശ്രമിച്ചെങ്കിലും പിന്നീട് കടമ്പൂരിന്റെ കൂടെ നിൽക്കുകയായിരുന്നു. സംഭവ ദിവസം രാത്രി തോക്കുകൾ സൂക്ഷിച്ചിരിക്കുന്ന മുറിയിൽ നിന്നും 2 തോക്കുകളും കുറച്ചു തിരകളും അവർ 2 പേരും ചേർന്നെടുത്തു. എന്നിട്ട് കുറച്ചു തിരകൾ അവിടെയായി നിരത്തിയിടാൻ കടമ്പൂർ നിർദ്ദേശിച്ചു. ആരെങ്കിലും അതിക്രമിച്ച് കടന്ന് ആക്രമിക്കാൻ ശ്രമിച്ചതാണെന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഈ തിരകൾ നിരത്തിയിടാൻ കടമ്പൂർ പറഞ്ഞതെന്നാണ് സിംഗപ്പെട്ടി പറഞ്ഞത്. ഏകദേശം 12:30 ആയപ്പോഴേക്കും സിംഗപ്പെട്ടിയും കടമ്പൂരും കൂടി മുകളിലത്തെ ബാൽക്കണിയിലേക്ക് പോയി. സിംഗപ്പെട്ടിയെ പ്രിൻസിപ്പലിന്റെ മുറിയുടെ വാതിലിന്റെ അടുത്ത് നിർത്തിയിട്ട് കടമ്പൂർ മാത്രമാണ് ഉള്ളിലേക്ക് കയറിയത്. താൻ പ്രിൻസിപ്പലിനെ വെടിവെക്കുന്ന സമയത്ത് ആരെങ്കിലും സിംഗപ്പെട്ടിയെ പിടിക്കാൻ ഇടയായാൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു തോക്ക് സിംഗപ്പെട്ടിയെ ഏൽപ്പിച്ചതിന് ശേഷമാണ് കടമ്പൂർ അകത്തേക്ക് കടന്നത്. കടമ്പൂർ വെടിവെച്ചതിന് ശേഷം സിംഗപ്പെട്ടിയും കടമ്പൂരും കൂടി കിടപ്പുമുറിയിലേക്ക് ഓടിപ്പോയി. പോകുന്ന സമയത്ത് കയ്യിലുണ്ടായിരുന്ന തോക്ക് ജനലിൽ കൂടി പൂന്തോട്ടത്തിലേക്ക് വലിച്ചെറിയുകയായിരുന്നു. എങ്ങനെയെങ്കിലും സിംഗപ്പെട്ടിയെ കേസിൽ നിന്നും കുറ്റവിമുക്തനാക്കാനുള്ള ശ്രമം കുടുംബം നടത്തിക്കൊണ്ടിരുന്നു. തലശ്ശേരിയിൽ നിന്നും പ്രശസ്തനായ വക്കീൽ ടി റിച്ച്മണ്ടിനെ അവർ മദ്രാസിലേക്ക് കൊണ്ടുവന്നു. റിച്ച്മണ്ട് ഒരു തന്ത്രം പ്രയോഗിച്ചു. അതിന്റെ ഭാഗമായി ദ ന്യൂ ഇന്ത്യൻ മദ്രാസ് ന്യൂസ് പേപ്പറിൽ സിംഗപ്പെട്ടിയുടെ മൊഴി ഇങ്ങനെ അച്ചടിച്ചു വന്നു: കടമ്പൂരിന്റെ ഭീഷണിക്ക് വഴങ്ങി ഞാൻ ഒപ്പം നിൽക്കുക മാത്രമായിരുന്നു, അല്ലെങ്കിൽ കടമ്പൂർ എന്നെയും വെടിവെക്കുമായിരുന്നു. തന്ത്രം ഫലിച്ചു. കേസിൽ സിംഗപ്പെട്ടിയെ മാപ്പുസാക്ഷിയാക്കി. കടമ്പൂർ കുടുംബം വെറുതെ ഇരുന്നില്ല. സിംഗപ്പെട്ടി കുടുംബം മലബാറിൽ നിന്ന് പ്രശസ്തനായ വക്കീലിനെ കൊണ്ടുവന്നു എങ്കിൽ കടമ്പൂർ കുടുംബം ലണ്ടനിൽ പഠിച്ച മദ്രാസിലെ പ്രഗത്ഭനായ ക്രിമിനൽ വക്കീൽ എസ് സ്വാമിനാഥനെ സമീപിച്ചു. സ്വാമിനാഥനും സഹായി എത്തിരാജും കടമ്പൂരിന് വേണ്ടി ഹാജരായി. സമ്പന്ന നാട്ടുരാജാക്കന്മാർ പണമെറിഞ്ഞ് കേസിൽ ഇടപെട്ടതോടുകൂടി വിചാരണയുടെ പരിവേഷം മാറി. സിംഗപ്പെട്ടിയുടെ മൊഴി പത്ര റിപ്പോർട്ടായി വന്നതുകൊണ്ടാണ് സിംഗപ്പെട്ടിയെ കോടതി കേസിൽ മാപ്പുസാക്ഷിയാക്കിയത്. അതുകൊണ്ട് തന്നെ പത്രത്തിൽ വരുന്ന ഊഹാപോഹങ്ങൾ സത്യസന്ധമായ വിചാരണയ്ക്ക് തടസ്സമാകുമെന്ന് പ്രതിഭാഗം വക്കീലായ സ്വാമിനാഥൻ കോടതിയെ ബോധ്യപ്പെടുത്തി. പത്ര റിപ്പോർട്ട് സത്യവാങ്മൂലത്തോടൊപ്പം അന്ന് കോടതിയിൽ ഹാജരാക്കിയത് പിൽക്കാലത്ത് മാതൃഭൂമി പത്രാധിപരായ KP കേശവമേനോനായിരുന്നു. മദ്രാസ് ഗവർണർ വില്ലിംഗ്ടൺ പ്രഭു അന്നത്തെ വൈസ്രോയി ചെംസ്ഫോർഡ് പ്രഭുവിനോട് അപേക്ഷിച്ചതു പ്രകാരം ക്രിമിനൽ പ്രൊസീജിയർ കോഡ് സെക്ഷൻ 27 അനുസരിച്ച് കേസ് ബോംബെ ഹൈക്കോടതിയിലേക്ക് മാറ്റി. ഫുൾ ബെഞ്ചിൽ ഇന്ത്യക്കാർക്ക് ഭൂരിപക്ഷമുള്ള ഹൈക്കോടതിയായിരുന്നു അവിടെ. അത് പ്രതിഭാഗത്തിന് ഗുണമായി. സ്വാമിനാഥനോടൊപ്പം ബോംബെയിലെ പ്രമുഖ ക്രിമിനൽ വക്കീലായ RDN വാഡിയയും ചേർന്നതോടെ കടമ്പൂരിനെ മാത്രം കുറ്റക്കാരനാക്കുക എന്ന പ്രോസിക്യൂഷന്റെ ലക്ഷ്യം താളം തെറ്റി. കൊല നടന്ന മൈനർ ബംഗ്ലാവിലെ വിദ്യാർത്ഥികളെ എല്ലാം കൊണ്ട് കടമ്പൂരിനെതിരെ സാക്ഷി പറയിച്ച് വിജയിച്ചു നിൽക്കുകയായിരുന്നു പ്രോസിക്യൂഷൻ അന്ന്. എന്നാൽ കൂടുതൽ പ്രതികൾ, കൂടുതൽ പേരിലേക്ക് സംശയം എന്നതായിരുന്നു പ്രതിഭാഗം വക്കീലന്മാരുടെ ബുദ്ധി. അന്ന് ബ്രിട്ടീഷ് ഭരണത്തിലായിരുന്നല്ലോ ഇന്ത്യ. ബ്രിട്ടീഷ് ഭരണത്തിനു കീഴിൽ നാട്ടുരാജ്യങ്ങൾക്ക് സ്വയംഭരണ പദവി നൽകണമെന്നതായിരുന്നു ഹോം റൂളിലൂടെ ഇന്ത്യക്കാരുടെ ആവശ്യം.
മൈനർ ബംഗ്ലാവിലെ പ്രിൻസിപ്പളായ ക്ലെമന്റ് ലേഹെ ഈ ഹോം റൂളിന് എതിരായിരുന്നു. അതുകൊണ്ട് തന്നെ രാമനാട് രാജാവിന് ക്ലെമന്റ് ലേഹയോട് അമർഷമുണ്ടായിരുന്നു. രാമനാട് രാജാവും ഊർക്കാടും തമ്മിൽ അന്ന് നല്ല ബന്ധത്തിലായിരുന്നു. ഊർക്കാട് സഹോദരന്മാർ അന്ന് മൈനർ ബംഗ്ലാവിൽ പഠിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ രാമനാട് രാജാവ് ഊർക്കാട് സഹോദരന്മാരെ ഉപയോഗിച്ച് ഡലേഹയെ കൊലപ്പെടുത്തിയതാകാമെന്നായിരുന്നു പ്രതിഭാഗം വക്കീലന്മാരുടെ ഒന്നാമത്തെ വാദം. സിംഗപ്പട്ടിക്ക് ഊർക്കാട് സഹോദരന്മാരുടെ പെങ്ങളായ ദൊരച്ചിയോട് താല്പര്യമുണ്ടായിരുന്നു. കടമ്പൂരായിരുന്നു ഇതിന് തടസ്സം. കാരണം കടമ്പൂരും ദൊരച്ചിയും തമ്മിലുള്ള വിവാഹം കുടുംബക്കാർ തമ്മിൽ ഉറപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കടമ്പൂരിനെ പെടുത്താൻ വേണ്ടിയിട്ട് സിംഗപ്പട്ടിയും ഊർക്കാട് സഹോദരന്മാരും ചേർന്ന് ഡലേഹയെ കൊലപ്പെടുത്തിയതാവാമെന്നായിരുന്നു രണ്ടാമത്തെ വാദം. മറ്റൊന്ന്, രണ്ട് സഹപാഠികൾക്കെതിരെ കടമ്പൂര് നേരത്തെ തന്നെ കോളേജിൽ ഒരു പരാതി കൊടുത്തിരുന്നു. ഒരാൾക്ക് ഊട്ടിയിൽ നിന്നുള്ള ഒരു പുല്ലുവെട്ടുകാരിയുമായി അവിഹിതമുണ്ടായിരുന്നു എന്നും മറ്റൊരാൾ തന്റെ മുറിയിൽ കയറി സെന്റുകുപ്പിയും സോപ്പും കവർന്നു എന്നുമായിരുന്നു ആരോപണം. ഇതുകൊണ്ട് തന്നെ കടമ്പൂരിനോട് വിദ്യാർത്ഥികൾക്ക് പകയുണ്ടായി. പ്രിൻസിപ്പൽ ക്ലെമന്റ് ലേഹയെ വധിക്കാൻ ഉപയോഗിച്ച തോക്ക് മുകളിലത്തെ നിലയിൽ നിന്നും 45 അടി താഴെയുള്ള പൂന്തോട്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞു എന്നാണ് സിംഗപ്പട്ടി കോടതിയിൽ പറഞ്ഞത്. കടമ്പൂർ വക്കീലന്മാർ ഇതും ചോദ്യം ചെയ്തു. അതുകൊണ്ട് തന്നെ ജഡ്ജി തോക്കുണ്ടാക്കുന്ന ഒരാളെ കൊണ്ടുവന്ന് ആ തോക്ക് പരിശോധിപ്പിച്ചു. അയാളുടെ നിരീക്ഷണത്തിൽ നിന്നും മുകളിൽ നിന്നും താഴെ വീണതിന്റെ യാതൊരു ലക്ഷണമോ കേടുപാടോ ആ തോക്കിനുണ്ടായിരുന്നില്ല. ഇത് സിംഗപ്പട്ടിക്ക് തിരിച്ചടിയായി. അതുകൊണ്ട് തന്നെ തോക്ക് മുകളിൽ നിന്നും വലിച്ചെറിഞ്ഞതല്ല, മുൻകൂട്ടിയുള്ള ആസൂത്രണത്തിന്റെ ഭാഗമായി പൂന്തോട്ടത്തിൽ തോക്ക് കൊണ്ട് വച്ചതാണെന്ന് പ്രതിഭാഗം വക്കീലന്മാർ വാദിച്ചു. ഈ വാദം അംഗീകരിക്കാതെ കോടതിക്ക് വേറെ നിവർത്തിയില്ലെന്നായി. സിംഗപ്പട്ടിക്ക് ചെറിയൊരു ദുശീലമുണ്ടായിരുന്നു. സഹപാഠികളുടെ മുറിയിൽ നിന്നും തനിക്കിഷ്ടപ്പെട്ട ചെറിയ ചെറിയ സാധനങ്ങൾ മോഷ്ടിക്കുക. 16കാരനായ ഒരു ബാലനായിരുന്നു സിംഗപ്പട്ടി. വക്കീൽ വാഡിയയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ സിംഗപ്പട്ടി പതറി. താൻ സഹപാഠികളുടെ മുറിയിൽ മോഷണം നടത്തിയിരുന്നു എന്ന് സിംഗപ്പട്ടിക്ക് സമ്മതിക്കേണ്ടി വന്നു. അതോടെ സിംഗപ്പട്ടിയുടെ സ്വഭാവം നല്ലതല്ലെന്ന് സ്ഥാപിച്ചെടുക്കാൻ പ്രതിഭാഗം വക്കീലന്മാർക്കായി. ഇതോടെ സിംഗപ്പട്ടിയുടെ മൊഴി അസത്യമാണെന്ന വ്യാഖ്യാനമുണ്ടായി. സിംഗപ്പട്ടി മാപ്പുസാക്ഷിയായതിനെ തുടർന്ന് കടമ്പൂർ മാത്രമാണ് ജയിലിലുണ്ടായിരുന്നത്. ജയിലിൽ കിടന്നുകൊണ്ട് കടമ്പൂർ സിംഗപ്പട്ടിക്ക് ഒരു കത്തെഴുതി. കൊല ചെയ്തത് ഞാനല്ല എന്ന് നിനക്കറിയാം. ഞാനാണത് ചെയ്തതെന്ന് നീ സ്ഥാപിച്ചെടുത്തു അല്ലേ? കള്ളം പറയുന്നത് എത്ര വലിയ അപരാധമാണെന്നറിയാമോ നിനക്ക്? നീ പറഞ്ഞാലും നിന്റെ അച്ഛൻ നിന്നെ തിരുത്തണമായിരുന്നു. ഇപ്പോ ഇതിന് നമ്മൾ രണ്ടാളും അനുഭവിക്കുകയാണ്. അതിന് സിംഗപ്പട്ടി ഇങ്ങനെ മറുപടി എഴുതി. അച്ഛൻ നിന്നെ അങ്ങനെയല്ല കാണുന്നത്, അല്ലെങ്കിൽ നിന്നെ ജയിലിൽ വന്നു കാണുമായിരുന്നു. വക്കീൽ പറഞ്ഞ പ്രകാരം മാത്രമാണ് ചെയ്തത്. ഞങ്ങൾ ഊർക്കാടിനെ വിശ്വസിച്ചു. നിനക്ക് എന്നോടും അച്ഛനോടും കോപം തോന്നരുത്. സിംഗപ്പട്ടിയുടെ ഈ കത്ത് നിർണായക തെളിവായി. യഥാർത്ഥത്തിൽ സിംഗപ്പട്ടിയിൽ കുറ്റബോധം ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു കത്തെഴുതി അതിന് മറുപടി വാങ്ങി തെളിവുണ്ടാക്കുക എന്നത് കടമ്പൂരിന്റെ വക്കീലന്മാരായ സ്വാമിനാഥന്റെയും വാടിയുടെയും ബുദ്ധിയായിരുന്നു. കത്തിനെ പറ്റി കോടതിയിൽ ചോദിച്ചപ്പോൾ സിംഗപ്പട്ടി ഉരുണ്ട് കളിച്ചു. തനിക്ക് അപ്പോഴുണ്ടായ വിഷമത്തിൽ താൻ എഴുതിയതാണെന്ന സിംഗപ്പട്ടിയുടെ വാദം ദുർബലമായി. ഇതോടെ കേസ് തിരിഞ്ഞു. കടമ്പൂരിനെതിരെ സാക്ഷി പറയാൻ പ്രോസിക്യൂഷൻ കൊണ്ടുവന്ന മൈനർ ബംഗ്ലാവിലെ വിദ്യാർത്ഥികളെല്ലാം പ്രതിഭാഗം വക്കീലന്മാരുടെ ഉപദേശം അനുസരിച്ച് ഞാനൊന്നും ഓർക്കുന്നില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടു. അതോടെ പ്രോസിക്യൂഷന്റെ വാദമെല്ലാം തകർന്നു. ജഡ്ജി വിധിയിലേക്ക് കടന്നു. വിധി വായിക്കാൻ തന്നെ അദ്ദേഹം 2 മണിക്കൂർ എടുത്തു. അതിന്റെ ചുരുക്കം ഇങ്ങനെയാണ്: ക്ലെമന്റ് ലേഹെ ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ സാധ്യതയില്ല. ഇടം കയ്യനായ ക്ലെമന്റിനെ വെടിയേറ്റിരിക്കുന്നത് വലതുവശത്താണ്. അതായത് കൊലപാതകമാണെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ കുറ്റാരോപിതനായ കടമ്പൂർ തന്നെയാണോ വെടിവെച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഇത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനാൽ കുറ്റാരോപിതനെ വെറുതെ വിടാൻ ജൂറി ഒന്നടങ്കം തീരുമാനിച്ചിരിക്കുന്നു. കേസ് ക്ലോസ് ചെയ്തതായും പ്രഖ്യാപിച്ചു. വിധി പ്രസ്താവം വായിച്ചു കഴിഞ്ഞതും കൊല്ലപ്പെട്ട ക്ലെമന്റ് ലേഹയുടെ ഭാര്യ ഡോറി എണീറ്റ് നിന്ന് കൈകൊട്ടിയത് എല്ലാവർക്കും ഷോക്ക് ഉണ്ടാക്കുന്ന ഒന്നായിരുന്നു. എന്താണ് അവരുടെ അപ്പോഴത്തെ മാനസിക അവസ്ഥയെന്ന് ആർക്കും മനസ്സിലായില്ല. ഒരുപക്ഷെ കടമ്പൂരല്ല കൊല്ലപ്പെട്ട മുറിയിൽ ഉണ്ടായിരുന്നത് എന്ന് ഡോറിക്ക് ബോധ്യമുണ്ടായിരുന്നിരിക്കാം, അറിയില്ല. കടമ്പൂർ കുറ്റവിമുക്തനായതോടെ ജനം സിംഗപ്പട്ടിയെ സംശയിച്ചു. എന്നാൽ തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. ക്ലെമന്റ് ലേഹയെ ആരാണ് കൊന്നതെന്ന് തെളിയിക്കാൻ നാളിതുവരെ കഴിഞ്ഞില്ല.
അത് ഇന്ത്യയുടെ തെളിയിക്കപ്പെടാത്ത കേസുകളുടെ പട്ടികയിൽ ഇന്നും തുടരുന്നു. കേസ് കഴിഞ്ഞ് മുംബൈയിൽ നിന്നും മദ്രാസിലേക്ക് തിരിച്ചെത്തിയ എസ് സ്വാമിനാഥന്റെ ജീവിതം പഴയതുപോലെ ആയില്ല. ബ്രിട്ടീഷുകാരനെ കൊന്ന പയ്യനെ രക്ഷിച്ചെടുത്ത വക്കീൽ എന്ന നിലയിലായിരുന്നു ബ്രിട്ടീഷ് സമൂഹം അദ്ദേഹത്തെയും കുടുംബത്തെയും കണ്ടത്. അദ്ദേഹത്തിന്റെ ഭാര്യ അമ്മു സ്വാമിനാഥന്റെ ഇംഗ്ലീഷ് സുഹൃത്തുക്കളെല്ലാം അവരിൽ നിന്നും അകന്നു. മക്കൾ ലക്ഷ്മി, പിൽക്കാലത്ത് ക്യാപ്റ്റൻ ലക്ഷ്മി, മൃണാളിനി, പിൽക്കാലം മൃണാളിനി സാരാഭായി, വിക്രം സാരാഭായിയുടെ ഭാര്യ, ഗോവിന്ദ്, പിൽക്കാലം തമിഴ്നാട് അഡ്വക്കേറ്റ് ജനറൽ, വിവാദമായ അളവന്തർ കൊലക്കേസിന്റെ അഭിഭാഷകൻ, സുബ്ബറ എന്നിവർ ബ്രിട്ടീഷ് സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത്. കുട്ടികളോട് ഇംഗ്ലീഷ് സഹപാഠികളും അധ്യാപകരും ശത്രുക്കളോടെന്ന പോലെ പെരുമാറി. സ്വാമിനാഥനും കുടുംബവും ദേശീയ ധാരയിലേക്ക് വന്നു. ഇംഗ്ലീഷ് ഫ്രോക്കിന് വിട പറഞ്ഞ് ലക്ഷ്മിയും മൃണാളിനിയും പാവാടയും ബ്ലൗസും ധരിച്ചു. കോൺവെന്റിനോട് വിട പറഞ്ഞ് സർക്കാർ സ്കൂളുകളിൽ ഇന്ത്യക്കാരോടൊപ്പം പഠിച്ചു. ഇംഗ്ലീഷിനു പകരം മലയാളവും തമിഴും സംസാരിച്ചു. സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തോട് കൂടുതൽ അടുത്തു. അമ്മു സ്വാമിനാഥൻ മലയാളികളുടെ അഭിമാനമായി മാറി. പൊതുരംഗത്ത് വളർന്നു. 10ാം ക്ലാസ് കഴിഞ്ഞ് മകൾ ലക്ഷ്മി ക്യൂൻ മേരീസ് വുമൻസ് കോളേജിൽ പഠനത്തിന് ചെല്ലുമ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൽ ഡൊറോത്തിയായിരുന്നു. കൊല്ലപ്പെട്ട ക്ലെമന്റിന്റെ ഭാര്യയല്ല, അതേ പേരിലുള്ള ക്ലെമന്റിന്റെ സഹോദരി ഡൊറോത്തി. ക്ലെമന്റ് ഡെലേഹെ വധക്കേസ് സംശയാതീതമായി തെളിയിക്കപ്പെടാത്തത് കൊണ്ട് തന്നെ പ്രതികളെ വെറുതെ വിട്ടു. എന്നാൽ ഈ കേസ് പ്രബലമായ 2 നാട്ടുരാജ്യങ്ങളുമായുള്ള നിയമയുദ്ധത്തിലേക്ക് വഴിതെളിച്ചു. കടമ്പൂരിന് എത്രയാണ് നഷ്ടമുണ്ടായതെന്ന് തിട്ടപ്പെടുത്തിയിട്ടില്ല. എന്നാൽ സിംഗപ്പട്ടിക്ക് കേസ് വാദിക്കുന്നതിനായി തങ്ങളുടെ മാഞ്ചോലയിലുള്ള ടീ എസ്റ്റേറ്റിൽ നിന്ന് 12,000 ഹെക്ടർ ബോംബെ ബർമ ട്രേഡിംഗ് കോർപ്പറേഷന് വിൽക്കേണ്ടി വന്നു. സിംഗപ്പട്ടിയിലെ അവസാന സെമീന്ദാർ TNS മുരുകദാസ് തീർത്ഥപാതി മഹാരാജാവായിരുന്നു. ക്ലെമന്റ് വധം കഴിഞ്ഞ് 12 വർഷത്തിന് ശേഷം 1931 മുരുകദാസ് ജനിക്കുന്നത്. 4ാം വയസ്സിൽ തന്നെ കിരീടാവകാശിയായി. ഷാർപ്പ് ഷൂട്ടർ ആയിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ കാലമായപ്പോഴേക്കും പ്രതാപകാലത്തിന്റെ സ്മരണകൾ മാത്രമായിരുന്നു ബാക്കിയുണ്ടായിരുന്നത്. ക്ലെമന്റ് ഡെലേഹെ വധം സിംഗപ്പട്ടിയെ സാമ്പത്തികമായി അത്രയ്ക്കും തകർത്തിരുന്നു. മുരുകദാസിന് ഒരു LIC ഏജന്റായി ജോലി ചെയ്യേണ്ടി വന്നു. കൂടാതെ ജമീന്ദാർ ഭവനം ഹോം സ്റ്റേക്കായി നൽകുകയും ചെയ്തു. കടമ്പൂരിന് സിംഗപ്പട്ടിയുടെ അത്രയും സ്വാധീനം ഉണ്ടായിരുന്നില്ല. കടമ്പൂർ ദേശം മേലെ കടമ്പൂർ എന്നും താഴെ കടമ്പൂർ എന്നും 2ആയി വിഭജിച്ചിരുന്നു. ഇതിൽ മേലെ കടമ്പൂരിലാണ് കൽക്കി കൃഷ്ണമൂർത്തി രചിച്ച ചരിത്ര നോവൽ പൊന്നിയിൻ സെൽവവുമായി ബന്ധപ്പെട്ട ദേശം. ഈ ദേശത്ത് ഒരു കടമ്പ് വൃക്ഷം ഉണ്ടായിരുന്നത് കൊണ്ടാണ് മേലെ കടമ്പൂർ എന്നും കീഴേ കടമ്പൂർ എന്നും പേര് വന്നത്. 1920 കൊല്ലപ്പെട്ട ഡെലേഹയുടെ ഭാര്യയായ ഡൊറോത്തി സിംഗപ്പട്ടിക്കും കടമ്പൂരിനുമെതിരെ വീണ്ടും നിയമയുദ്ധം നടത്തി. 10 ലക്ഷം രൂപയാണ് അവർ നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടത്. ഇത് സിംഗപ്പട്ടിക്കും കടമ്പൂരിനും വലിയൊരു തിരിച്ചടിയായിരുന്നു. ഒടുവിൽ 1922 ഡൊറോത്തിയുടെ വക്കീലായ സ്റ്റാൻലിൻ വാട്സ്വർത്ത് 60,000 രൂപ സിംഗപ്പട്ടിയിൽ നിന്നും വാങ്ങി ഡൊറോത്തിക്ക് നൽകി കേസ് ഒത്തുതീർപ്പാക്കി. തുടർന്ന് ഡൊറോത്തി പുനർവിവാഹം ചെയ്യുകയും ഡെലേഹയുടെ മകനായ ആന്റണിക്കൊപ്പം സൗത്ത് ആഫ്രിക്കയിലേക്ക് പോവുകയും ചെയ്തു. ഡൊറോത്തി എന്ന് തന്നെ പേരുള്ള ഡെലേഹയുടെ സഹോദരി ഗവർണർ പെൻലാൻഡ് പ്രഭുവിന്റെ നിർദ്ദേശത്താൽ ഇന്ത്യയിൽ പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു കോളേജ് സ്ഥാപിച്ചു. അങ്ങനെ ഡൊറോത്തി മദ്രാസ് വിമൻസ് കോളേജിന്റെ സ്ഥാപക പ്രിൻസിപ്പളായി. ഈ കോളേജാണ് പിന്നീട് ക്യൂൻ മേരീസ് കോളേജായി മാറിയത്. ഇവിടെയാണ് ഡെലേഹ വധക്കേസിലെ പ്രതിഭാഗം വക്കീലായ സ്വാമിനാഥന്റെ മകൾ ലക്ഷ്മി കോളേജ് വിദ്യാഭ്യാസം നടത്തിയത്. 1919 പെൻലാൻഡ് പ്രഭു ന്യൂവിംഗ്ടൺ കെട്ടിടം പുതുക്കിപ്പണിയാനും സിലബസ് ഉടച്ചുവാക്കാനും ശ്രമിച്ചിരുന്നുവെങ്കിലും നടന്നില്ല. പിന്നാലെ കോളേജ് അടച്ചുപൂട്ടി. 25 വർഷത്തെ സേവനത്തിനു ശേഷം ന്യൂവിംഗ്ടൺ കോളേജ് നന്നാക്കാനാവാതെ പെൻലാൻഡ് പ്രഭു ബ്രിട്ടനിലേക്ക് വണ്ടി കയറി. ഇന്നും ചെന്നൈ തേനാമ്പട്ടി കോൺഗ്രസ് ഗ്രൗണ്ടിനെതിരെ DMS ക്യാമ്പസിൽ പൂട്ടിയിട്ട ന്യൂവിംഗ്ടൺ കോളേജ് കെട്ടിടം കാണാം. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ചരിത്രത്തിൽ തണുത്തുറഞ്ഞ കേസുകളിൽ പെടാൻ വിധിച്ച ക്ലെമന്റ് ഡെലേഹെ വധക്കേസിന്റെ സ്മാരകം എന്നോണം ഇന്നും ന്യൂവിംഗ്ടൺ കോളേജ് നിലനിൽക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തേക്കണേ. അടുത്ത കഥയുമായി വരുന്നത് വരെ നന്ദി.